അപ്പൊ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടോ? നമ്മളെ പെൻസിലും പേനയും സ്കെച്ചും ക്രയോൺസും എറേസറും ഒക്കെ എടുത്തിട്ട് കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കണ്ട. അപ്പം നമ്മൾ 2 ദിവസമായിട്ട് പഠിച്ച ഏതൊക്കെയാണ്? A to H വരെയുള്ളതാണല്ലേ. അപ്പം നമ്മൾ ഏതിൽ നമ്മൾ എന്താ പഠിച്ചത്? എ വെച്ചിട്ട് നമ്മളൊരു എന്താണ് വരച്ചത്? ലേഡി ബഗ്, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ സ്നെയിൽ വരച്ചു, പിന്നെ ഡി വെച്ചിട്ട് നമ്മൾ ഹണി ബി പഠിച്ചു, അങ്ങനെ ഇ വെച്ചിട്ട് നമ്മൾ എലിഫൻറ്റിനെ വരച്ചു, പിന്നെ എഫ് വെച്ചിട്ടൊരു ഫ്രോഗ് കുട്ടനെ വരച്ചു, ജി വെച്ച് ജിറാഫിനെ വരച്ചു, എച്ച് വെച്ച് നമ്മളൊരു ഹൗസും വരച്ചു അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നല്ലോണം വരക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. അത് അറിയിക്കണം, എന്നാലേ ഞാൻ അറിയുള്ളൂ നിങ്ങൾ ഇത്ര ആൾക്കാർ ഇത് പിന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവണ്ടേ. അപ്പം നമ്മളിന്ന് വരെ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ്. അപ്പം നമ്മളിന്ന് എച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതാ ലെറ്റേഴ്സ് എന്നുള്ളത് കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കമൻറ്റ് വന്നില്ലല്ലോ. അപ്പം നമുക്ക് കമൻറ്റ് നമുക്ക് നോക്കാം. അപ്പം എച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഐ വെച്ചിട്ടാണ് വരക്കാൻ പോകുന്നത്. ഐ വെച്ചിട്ട് എന്തൊക്കെ വരക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഐ വെച്ചിട്ട് വരക്കാൻ പോകുന്നത് ആദ്യം പെൻസിൽ വെച്ചിട്ട് വരക്കാം കേട്ടോ. ഇതാ ഐ വെച്ച് ആദ്യം ഒരു ഐ വരക്കാം. അതിൻ്റെ പുറമെ അത് കുറച്ചുകൂടെ ഇപ്പുറത്തേക്കൊരു സ്പേസ് ഇട്ട് ഇത് വരച്ച് കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാകുന്നുണ്ടാ? ഇതെന്താ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും കൂടി കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മൾ ചെറിയൊരു മെഴുകുതിരിയാണ് വരച്ചതല്ലേ. കണ്ടോ? മെഴുകുതിരിക്ക് നമ്മൾ എന്താ കളറ് കൊടുക്കാം? നമുക്കൊരു യെല്ലോ കളറങ്ങ് കൊടുത്താലോ മെഴുകുതിരിക്ക്? യെല്ലോ കളർ, വൈറ്റ് കളറൊക്കെ ഉണ്ടാവര്, നമുക്കൊരു യെല്ലോ കളറങ്ങ് വെക്കാം അല്ലേ. യെല്ലോ കളർ വെച്ചിട്ട് ഇതാക്കാം. എല്ലാവരും ഇതുപോലെ കളർ ചെയ്യാനൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ ഒരു കാര്യം മറന്നുപോയില്ലേ, നമ്മൾ ഡാർക്ക് പേന വെച്ചിട്ട് വരക്കാനുള്ള കാര്യം മറന്നുപോയി. അപ്പം നമുക്കിപ്പോൾ വേണമെങ്കിലും ചെയ്യാലോ. ഇതെല്ലാവരും ആദ്യം തന്നെ ചെയ്യണേ, ആരും മറന്നു പോകാൻ പാടില്ല. അപ്പം നമ്മുടെ ഒരു ചെറിയൊരു ലാമ്പ് വരച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് തീക്കൊരു കളർ വെക്കണ്ടേ? ഒരു റെഡ് കളറിനായിക്കോട്ടെ, നല്ലോണം അങ്ങോട്ട് തീ കത്തിക്കോട്ടെ അല്ലേ. നിങ്ങൾ മെഴുകുതിരി കൊണ്ടൊക്കെ കളിക്കാറുണ്ടോ? മെഴുകുതിരി കൊണ്ട് കത്തിച്ചാൽ നമ്മൾ കൈയൊക്കെ പൊള്ളിപ്പോയേ. അപ്പോൾ ആരും കുരുത്തക്കേടൊന്നും കളിക്കരുത്, നല്ല കുട്ടികളായിട്ടിരിക്കണം. അപ്പം എന്തായി? നമ്മൾ നല്ലൊരു മെഴുകുതിരി വരച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് എന്താണെന്നുള്ള ലെറ്റർ പറഞ്ഞാട്ടെ. അതെ, നമ്മളിനി വരക്കാൻ പോകുന്നതാണ് ജെ എന്ന് പറയുന്ന ലെറ്റർ. ഞാൻ ഇപ്രാവശ്യം പെൻസിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് മറന്നു പോയാൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജെ വെച്ചിട്ടുള്ള ഒരിത് വരക്കാം. അതിന് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കാല് വരക്കാം. അതിലേക്ക് ഇങ്ങനെ, പിന്നെ വലത്തോട്ടും ഇങ്ങനെ പോവുക. പിന്നെ അതേപോലെ അതിൻ്റെ സെൻറ്ററിലും കൂടി വന്നു കഴിഞ്ഞാൽ സാധനം സെറ്റായി. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതേ, അമ്പർലയാണ് നമ്മൾ വരച്ചത്. എങ്ങനെയുണ്ട് നമ്മൾ കുട്ടി അമ്പർല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? കണ്ടോ? ഇതിന് നമുക്ക് നല്ല നല്ല കളറുകളൊക്കെ കൊടുക്കണ്ടേ. നമുക്ക് ആദ്യം ഇതിനൊരു റെഡ് കളർ, റെഡല്ല, ഇതൊരു റോസ് ഷെയ്ഡാണ് വന്നത്. അപ്പം നമുക്ക് റോസ് കളർ കൊടുക്കാം. അയ്യവ, നല്ല ഭംഗിയുള്ള അമ്പർലയാണല്ലേ. പിന്നെ നമുക്കതിനൊരു ഗ്രീൻ കൊടുക്കാം. അയ്യവ. പിന്നെ നമുക്കതിനൊരു ബ്ലൂ കളർ കൊടുക്കാം. ഇത് ഡാർക്ക് ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവേ. ഇനി അടുത്ത് നമുക്കൊരു ഓറഞ്ച് കളറും കൂടി യൂസ് ചെയ്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പർല റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണേ. അതിനൊരു കാലും കൂടി നമുക്കിതാ ഒരു ഡാർക്ക് കളറിൽ നമുക്ക് ഒരു കാലും കൂടി വരച്ചാൽ ഇതാ അമ്പർല റെഡി. വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ മൊഞ്ചാക്കി കൊടുക്കതാ. കണ്ടോ? ഇങ്ങനെ ആക്കിയാൽ ഒന്നുകൂടെ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ? അയ്യോ, നോക്കി വരക്കണം കേട്ടോ. അത് നമുക്കിവിടെ കുറച്ചുകൂടി ഡാർക്കാക്കി എടുക്കാം.
ഓക്കെ, അംബർല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ജെ വെച്ചിട്ടൊരു അംബർല വരച്ചു. ഇനി നമ്മൾ എന്താണ് വരക്കാൻ പോകുന്നത്? ലെറ്റർ പറഞ്ഞാട്ടെ. അടുത്തതാണ് കെ. കെ കെ വെച്ചിട്ട് നമുക്കിതാ കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വെക്കാം. ഇത് വരക്കാൻ ഒരു ഇത്തിരി കഷ്ടപ്പാടായതുകൊണ്ട് നമുക്ക് പെൻസിൽ തന്നെ ഉപയോഗിക്കാം അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു കുഞ്ഞി കണ്ണ് വരച്ച് കൊടുത്താൽ ഒരു തലയുടെ ഭാഗമായി അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു കാലിങ്ങനെ പോകണം. നിങ്ങൾക്ക് ആളെ മനസ്സിലാവുന്നുണ്ടാ? ഒരാൾ ഒളിച്ചു നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്? അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു എഗ്ഗ് ഷേപ്പിൽ ഇങ്ങനെ വന്ന് ഇതാ ഇവിടെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഒരു കുഞ്ഞി കാല് വരക്കാം. അപ്പം നിങ്ങൾക്ക് ആളെ പിടികിട്ടുന്നുണ്ടാ? ഇതുപോലെ നോക്കി വരക്കണേ. ഇത് വരക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും വരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ സംഭവം പൊളിയാണേ. പിന്നെ നമുക്ക് ഇതിന് കുറച്ച് വട്ടം വരച്ച് കൊടുക്കാം. മനസ്സിലായോ ഇതെന്താണെന്ന്? അതെ, നമ്മളെ ആമച്ചേട്ടനാണിത്, അതായത് നമ്മൾ ടോട്ടോയിസ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആമക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? ഇതിന് നമുക്ക് നല്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ തോടിന് ഈ ഒരു കളറ്, കോഫി കളറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അല്ല, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് ബ്ലാക്ക് കളറോ, അതിൻ്റെ തോടിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ സൈഡിലൂടെ മറ്റേ കളർ വെച്ച് കൊടുത്താലും പ്രശ്നമില്ല. കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ ആമച്ചേട്ടനെ കാണാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമേനെ നേരിട്ട് കണ്ട ആൾക്കാരാണോ നിങ്ങളൊക്കെ? ആമേനെ പേടിയാണ് നിങ്ങൾക്ക്? ആമച്ചേട്ടൻ്റെ ഒരു കഥ അറിയോ? ആമയും മുയലും കൂടി പന്തയം വെച്ചൊരു കഥ നിങ്ങൾക്കറിയോ? ഞാനൊരു പ്രാവശ്യം ആ കഥ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഇല്ലയോ ഞാൻ നോക്കട്ടെ. ഇപ്രാവശ്യം നമുക്ക് ഈ സൈഡിലൂടെ വരക്കാൻ നമ്മൾ മറന്നുപോയി. അത് വരച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാവും നമ്മൾ വരച്ചാൽ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ആമക്കുട്ടീനെ ഇഷ്ടപ്പെട്ടാ? നമുക്ക് ഇതിൻ്റെ കാലിലൊക്കെ നമുക്കൊരു യെല്ലോ കളർ വെച്ച് കൊടുത്ത് നോക്കിയാലോ? കണ്ടോ? നല്ല ഭംഗിയുള്ള രാമച്ചേട്ടനല്ലേ. ആമച്ചേട്ടൻ്റെ കഥ അറിയുന്ന ആൾക്കാരൊക്കെ എന്നോട് പറയണേ. നമുക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ ഇതുപോലെ തോട് ഇങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ? അതിൻ്റെ പുറം നല്ല ഭംഗിയുണ്ടോ ഇങ്ങനെ ആക്കിയാൽ? എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അയ്യവ, നന്നായിട്ടുണ്ടല്ലേ. അപ്പം നമ്മളിനി അടുത്ത് എന്താണ് ആക്കാൻ പോകുന്നത്? എലി നമ്മൾ വരക്കുന്നത് വേണ്ടേ എല്ല് വെച്ചിട്ടാണല്ലേ. ഇതാ എല്ല് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് എങ്ങനെ വരക്കാം എന്താ നമ്മൾ വരക്കാൻ പോണത്? നമ്മൾ ഈ വീടുകളിൽ റൂംസിലൊക്കെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴേ ഒരു ചെറിയ മിനി ലാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലൊരു ലാമ്പാണ് ഞാൻ വരക്കുന്നത്. ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലേ നല്ല ഭംഗിയാണ് ഇതിന്ന് ലൈറ്റ് വരുന്ന കാണാൻ അല്ലേ. നല്ല ഭംഗിയുള്ള ലൈറ്റോട് കൂടിയ ലാമ്പാണ് നമ്മൾ വരക്കുന്നത്. കുറച്ചുകൂടെ ഭംഗിയാക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻസൊക്കെ കൊടുത്താൽ നമ്മൾ ഏകദേശം സാധനം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിന്ന് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വയറ് വേണ്ടേ നമുക്ക്? അതാണ് ഇത്. കുത്താനുള്ള രണ്ട് ഇതും. എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാക്കിയിട്ടില്ലേ? അപ്പം നമുക്ക് ഇതിന് കളറും കൂടി ചെയ്താൽ സംഭവം അടിപൊളിയാവും. നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്താൽ ആദ്യം രണ്ട് ഭാഗം ഓറഞ്ച് ഷെയ്ഡ് ആയിക്കോട്ടെ. ഇവിടെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്കൊരു യെല്ലോ ഷെയ്ഡും കൂടി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. കണ്ടോ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ താഴെ ഭാഗം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ആകുന്ന രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ലാമ്പ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെളിച്ചം വരുമ്പോൾ എന്തെല്ലാം തരം കളറായിരിക്കല്ലേ വരിക. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? നമ്മൾ എന്തൊക്കെയാണ് വരച്ചെന്ന്? ഐ വെച്ചിട്ട് ഒരു ചെറിയ മെഴുകുതിരി, ചെറിയൊരു ലാമ്പ് വരച്ചു. ജെ വെച്ച് അംബർല വരച്ചു. കെ വെച്ചിട്ട് ഒരു ടോട്ടോയിസ് വരച്ചു. അങ്ങനെ എൽ വെച്ചിട്ട് ലാമ്പും വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഐ
JKL. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എൻ്റെ ഇതിൽ കമൻറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ എങ്ങനെയായാലും നിങ്ങളുടെ വിവരം എന്നെ അറിയിക്കണം. എന്നാലല്ലേ നിങ്ങൾ വരക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനിയും ഇതിൽ ഭംഗിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്? നമുക്ക് ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് വേണം മലയാളം ലെറ്റേഴ്സിലോട്ട് പോകാൻ. അത് കഴിഞ്ഞിട്ട് നമ്പേഴ്സിലേക്ക് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് ജീപ്പ്, കാറ്, ലോറി എല്ലാം ബോയ്സിന് ആവശ്യമുള്ളതും പെൺകുട്ടികൾക്ക് ഗേൾസിന് ആവശ്യമുള്ളതും ഒക്കെ ടെഡി ബെയറും കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പം ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക? എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ചങ്ങായിമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്തിട്ട് വേണം നന്നായിട്ട് ഡ്രോയിങ്സ് ഒക്കെ വരക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം എനിക്ക് വേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.